അടുത്തതായിട്ട് നമ്മൾ മൊഡ്യൂൾ 1 ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനാണ് ട്രിഗറിങ് മെത്തേഡ്സ് ഓഫ് SCR അല്ലെങ്കിൽ ടേൺ ഓൺ മെത്തേഡ്സ് ഓഫ് SCR. അപ്പോൾ ഇത് സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച് വരാറുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഇതിലെ 5 ട്രിഗറിങ് മെത്തേഡ്സ് ആണുള്ളത് അല്ലെങ്കിൽ ടേൺ ഓൺ മെത്തേഡ്സ് ആണുള്ളത്. അപ്പോൾ അതിലെ ആദ്യത്തെ മെത്തേഡാണ് ഫോർവേഡ് വോൾട്ടേജ് ട്രിഗറിങ്, അതായത് ഫോർവേഡ് വോൾട്ടേജ് ട്രിഗറിങ്. അപ്പോൾ ഇതെന്താണെന്ന് നോക്കാം. ഇവിടെ എന്ത് സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈ ഫോർവേഡ് ബയാസ്ഡ് വോൾട്ടേജ് എന്ത് ചെയ്യാണ്, നമ്മൾ SCRനെ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ എന്ത് സംഭവിക്കുക, ജംഗ്ഷൻ 2 നമുക്കറിയാം, ജംഗ്ഷൻ 2 ഉണ്ട്, ജംഗ്ഷൻ 1 ഉണ്ട്, അതുപോലെ ജംഗ്ഷൻ 2 ഉണ്ട്, അതുപോലെ ജംഗ്ഷൻ 3 ഉണ്ട് SCRന്. അതിൽ ജംഗ്ഷൻ 2 എന്താവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റിവേഴ്സ് ബയാസിലാണ് കിടക്കുന്നത്. അതിൻ്റെ ജംഗ്ഷൻ എന്താവും, ജംഗ്ഷൻ 2 എന്താവും, ബ്രേക്ക് ഡൗൺ ആവും. അങ്ങനെ ആ സമയത്ത് എന്താണ് SCR എന്തെങ്കിലും കണ്ടക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ അടുത്തായിട്ട് നമ്മൾ നോക്കേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ SCRന് നൽകുന്ന ഫോർവേഡ് വോൾട്ടേജിൻ്റെ വാല്യൂ, അതായത് നമ്മളിവിടെ ഗേറ്റ് പൾസ് നൽകാത്ത സമയത്ത് SCRന് നൽകുന്ന ഫോർവേഡ് വോൾട്ടേജിൻ്റെ വാല്യൂവിനെ പറയുന്ന പേരാണെന്ത്, ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജ്. ക്ലിയർ അല്ലേ? അടുത്തതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ടാമത്തെ ഒരു മെത്തേഡാണ് ഗേറ്റ് ട്രിഗറിങ്. ഓക്കെ, അപ്പോൾ ഈ ഗേറ്റ് ട്രിഗറിങ് എന്താണെന്ന് നോക്കാം. ഈ ഗേറ്റ് ട്രിഗറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഫോർവേഡ് വോൾട്ടേജ് അപ്ലൈഡ് അക്രോസ് ഗേറ്റ് കാഥോഡ് ടെർമിനൽ. അതായത് നമ്മളിവിടെ SCRന് നമുക്കറിയാം, SCRന് എന്നിട്ട് ഒരു ഗേറ്റ് ടെർമിനലുണ്ട്. ആ ഗേറ്റ് ടെർമിനൽ വഴി നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഗേറ്റ് കറൻറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഗേറ്റ് കറൻറ്റ് ഗേറ്റ് ടെർമിനൽ വഴി SCRലേക്ക് എത്തുമ്പോൾ സംഭവിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ വിഡ്ത്ത് ഓഫ് ഡിപ്ലീഷൻ റീജിയൻ, അതായത് ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും, ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് റെഡ്യൂസ് ചെയ്താൽ എന്ത് സംഭവിക്കും, എന്ത് ചെയ്യും, ചാർജ് കാരിയേഴ്സ് എന്ത് ചെയ്യും, റീകോമ്പിനേഷൻ ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യും, കണ്ടക്ഷൻ വരും. അപ്പോൾ ഇവിടെ പറഞ്ഞാൽ വാല്യൂ ഓഫ് ആനോഡ് വോൾട്ടേജ് അല്ലെങ്കിൽ ഫോർവേഡ് വോൾട്ടേജ് ക്യാൻ ബി എന്താണ് ഡിക്രീസ്. അതായത് ഗേറ്റ് കറൻറ്റ് കൊടുക്കുമ്പോൾ എന്താണ് ഇവിടെ ഫോർവേഡ് വോൾട്ടേജ് എന്താണ് കുറയാണ്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് എന്ത് ചെയ്യും, റെഡ്യൂസ് ആവും. അപ്പോൾ എന്താണ് ചാർജ് കാരിയർ എന്ത് ചെയ്യും, റീകോമ്പിനേഷൻ ചെയ്തിട്ട് അവിടെ എന്തെങ്കിലും കണ്ടക്ഷൻ സംഭവിക്കും. ഓക്കെ, ഇനി അടുത്താണ് മൂന്നാമത്തെ ടെക്നിക്കാണ് എന്താണ് സംഭവിക്കുന്നത്, തെർമൽ ട്രിഗറിങ് നോക്കാം. അപ്പോൾ തെർമൽ എന്നുള്ള ആ വേർഡിൽ തന്നെ നമുക്കറിയാം അവിടെ എന്താ ചെയ്യണത്, അവിടെ നമ്മൾ എന്താണ് SCRനെ ഹീറ്റ് ചെയ്യാണ്. അപ്പോൾ എന്ത് സംഭവിക്കുക പറഞ്ഞാൽ എനർജി ലെവൽ, ചാർജ് കാരിയേഴ്സിൻ്റെ എനർജി ലെവൽ എന്ത് ചെയ്യും, ഇൻക്രീസ് ആവും. അങ്ങനെ എന്ത് ചെയ്യും, കണ്ടക്ഷൻ നടക്കും. ഓക്കെ, ഇനി അടുത്ത നാലാമത്തെ ടെക്നിക്കാണ് എന്താണ് ലൈറ്റ് ട്രിഗറിങ്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, അതിൽ പേര് തന്നെ ഉണ്ട്, എന്ത് ചെയ്യും, നമ്മളൊരു ഇൻറ്റൻസിഫൈഡ് ആയിട്ടുള്ള ഒരു ലൈറ്റ് ബീം എന്ത് ചെയ്യും SCRൽ ഫോക്കസ് ചെയ്യും. അപ്പോൾ അവിടെ സംഭവിക്കുക പറഞ്ഞാൽ ചാർജ് കാരിയേഴ്സ് എക്സൈറ്റഡ് ആയിട്ട് എന്ത് ചെയ്യും, അവിടെ കണ്ടക്ഷൻ സംഭവിക്കും. നേരത്തെ നമ്മൾ ഹീറ്റ് കൊടുക്കുന്നതിന് പകരം ഇവിടെ ലൈറ്റ് കൊടുത്തിട്ട് എന്ത് ചെയ്യാണ്, ചാർജ് കാരിയേഴ്സിനെ എക്സൈറ്റ് ചെയ്തിട്ട് കണ്ടക്ഷൻ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഏറ്റവും അവസാനത്താണ് dV/dt ട്രിഗറിങ്. അപ്പോൾ ഇത് ഇനി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് SCRൻ്റെ സ്ട്രക്ചർ ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് SCRൻ്റെ സ്ട്രക്ചറിലേക്കൊന്ന് പോവാം. അതായത് നമുക്കറിയാം SCRൻ്റെ ഒരു സ്ട്രക്ചറാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ സ്ട്രക്ചർ നോക്കുക. ഈ SCRന് നമ്മൾ അതിൽ കൂടുതലായിട്ടൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ ഈ dV/dt എന്നുള്ള ഈ ഒരു ടേൺ ഓൺ ടെക്നിക്സ് പറയാനും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കൂടുതലായി ഡിസ്കസ് ചെയ്ത് നമുക്ക് കൺഫ്യൂഷനിലേക്കൊന്നും പോകുന്നില്ല. നമ്മളിത് മനസ്സിലാക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം SCRന് 3 ജംഗ്ഷൻസുകൾ, ഏതൊക്കെ, J1, J2 പിന്നെ J3. ക്ലിയർ അല്ലേ? അത് മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി, ഇതൊന്ന് മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ. അപ്പോൾ ഈ ഒരു dV/dt ഈ ടേൺ ഓൺ ടെക്നിക്സിൽ നമ്മൾ എന്താണ് സംഭവിക്കുന്നത്, ഈ ജംഗ്ഷൻ 2 ഇവിടെ ഒരു കപ്പാസിറ്ററിനെ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഈ ജംഗ്ഷൻ 2 എന്താണ് ഒരു കപ്പാസിറ്റർ
ഡൈ ഇലക്ട്രിക് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ ജംഗ്ഷൻ 1 എന്താവും പോസിറ്റീവ് പ്ലേറ്റും ജംഗ്ഷൻ 2 എന്താവും നെഗറ്റീവ് പ്ലേറ്റും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഡൈ ഇലക്ട്രിക്. അപ്പോൾ ഇതെന്താണ്, ഇതൊരു ഈ SCR ടോട്ടലി എന്താണ് ഒരു കപ്പാസിറ്ററിനെ പോലെയാണ് ഇപ്പോൾ ഇവിടെ ആക്ട് ചെയ്യണത്. ഇനി നമ്മളിവിടെ ഫോർവേഡ് വോൾട്ടേജ് നൽകുകയാണ്. ഫോർവേഡ് വോൾട്ടേജ് നൽകുമ്പോൾ എന്താവും ഇതിൽ ചാർജ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ ഈ ചാർജ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താവും ഇതിൻ്റെ ഈ ഒരു ചാർജ് ഇതിൽ സ്റ്റോർ ചെയ്യുന്നത്, അതായത് ഇവിടെ കപ്പാസിറ്ററായിട്ട് ഈ ജംഗ്ഷൻ 2 ആക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും SCRൽ ചാർജ് കാരിയേഴ്സ് എക്സൈറ്റഡ് ആയിട്ട് ഇതെന്താണ് ടേൺ ഓൺ ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ ഇവിടെ ജംഗ്ഷൻ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കപ്പാസിറ്റീവ് ആക്റ്റായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിലെ പോസിറ്റീവ് പ്ലേറ്റ് ജംഗ്ഷൻ 1ഉം നെഗറ്റീവ് പ്ലേറ്റ് നമ്മൾ ജംഗ്ഷൻ 3ഉം ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഡൈഇലക്ട്രിക് രൂപത്തിലാണ് എന്ത് സംഭവിക്കുന്നത്, ഒരു ജംഗ്ഷൻ ജംഗ്ഷൻ 2 ഇവിടെ ആക്ട് ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു സെക്ഷൻ എന്താവും ടോട്ടലി ഈ ഒരു സെക്ഷൻ എന്താവും ടോട്ടലി ഒരു കപ്പാസിറ്ററായിട്ട് മാറും. ഇത് ഡൈഇലക്ട്രിക്, ഇത് എന്താണ് അതിൻ്റെ ഇത്രയും ഭാഗം എന്താണ് ഒരു കപ്പാസിറ്ററായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇവിടെ എന്താവും SCR ടേൺ ഓൺ ആവും. ഓക്കെ, അപ്പോൾ അതിൽ എഴുതി വെക്കേണ്ട പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചാർജിങ് കറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചാർജിങ് കറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് IC = അതായത് കപ്പാസിറ്റീവ് കറൻറ്റ് C × dV/dt ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താണ് കണ്ടോ, IC > IG എന്ന് പറഞ്ഞാൽ ഗേറ്റ് കറൻറ്റിനേക്കാളും എപ്പോഴാണോ IC ഗ്രേറ്റർ ആവുന്നത് ആ സമയത്താണ് ഇത് എന്ത് ചെയ്യുന്നത്, ഇത് കണ്ടക്ഷൻ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SCR ടേൺ ഓൺ ആവുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എഴുതേണ്ടത്. ഇനി നമുക്ക് ഇതിൽ 2 മാർക്കിനൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, എന്താണ് അപ്ലിക്കേഷൻ ഓഫ് SCR, അതായത് SCRൻ്റെ അപ്ലിക്കേഷനാണ്. അപ്പോൾ SCRൻ്റെ അപ്ലിക്കേഷൻ ചോദിക്കുമ്പോൾ നമ്മൾ എഴുതേണ്ടത് ഒന്ന് റിലേ കൺട്രോളാണ്, പിന്നെ എന്തിനാ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ റെഗുലേറ്റഡ് പവർ സപ്ലൈസിൽ ഉപയോഗിക്കും, പിന്നെ ഇൻവേർട്ടറുകളിൽ ഉപയോഗിക്കും, പിന്നെ ചോപ്പറിൽ ഉപയോഗിക്കും, ഹീറ്റർ കൺട്രോളിൽ ഉപയോഗിക്കും, ബാറ്ററി ചാർജറിൽ, റെക്ടിഫയറുകളിൽ, DC ഷണ്ട് മോട്ടോർ അതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനാണ് ഉപയോഗിക്കുക, പിന്നെ പ്രൊട്ടക്റ്റീവ് സർക്യൂട്ടായിട്ടും എന്താണ് SCRകൾ ഉപയോഗിക്കും. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്മ്യൂട്ടേഷൻ അല്ലെങ്കിൽ ടേൺ ഓഫ് SCR. അപ്പോൾ നമ്മളോട് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു വേർഡാണ് കമ്മ്യൂട്ടേഷൻ. കമ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാറിപ്പോകരുത്. കമ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SCR ഓഫാക്കുന്ന പ്രോസസ്സിനെ പറഞ്ഞ, അതായത് ടേൺ ഓഫ് ചെയ്യുന്ന പ്രോസസ്സിനെ പറഞ്ഞ പേരാണത് കമ്മ്യൂട്ടേഷൻ. ഇനിയിപ്പോൾ 2 മാർക്കിനൊക്കെ ചോദിക്കും ഡിഫൈൻ കമ്മ്യൂട്ടേഷൻ ഓഫ് SCR എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതണം എന്താണ് SCRനെ അല്ലെങ്കിൽ SCRനെ ടേൺ ഓഫ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണത് കമ്മ്യൂട്ടേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 2 തരത്തിലാണ് കണ്ടീഷൻ ഉള്ളത്. ഒന്നെന്താണ് ആനോഡ് കറൻറ്റ് എന്താണ് ലെസ് ദാൻ ഹോൾഡിംഗ് കറൻറ്റ്. അപ്പോൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു, ഹോൾഡിംഗ് കറൻറ്റിനേക്കാളും ഫാൾ ചെയ്യാണ്, അതായത് മിനിമം വാല്യൂ ഓഫ് കറൻറ്റാണ് ഹോൾഡിംഗ് കറൻറ്റ്, അതിന് താഴെ പോവുകയാണ് ആനോഡ് കറൻറ്റെങ്കിൽ എന്താവും ടേൺ ഓഫ് ആവും. അടുത്തെന്താണ് റിവേഴ്സ് വോൾട്ടേജ്, അതായത് നമ്മൾ റിവേഴ്സ് വോൾട്ടേജ് എന്ത് കൊടുക്കുകയാണ് SCRനെ അക്രോസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് നമുക്ക് ടേൺ ഓഫ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ 2 തരത്തിലുള്ള കമ്മ്യൂട്ടേഷനാണുള്ളത്. അതിൽ ഒന്നാമത്തത് എന്താണ് നാച്ചുറൽ കമ്മ്യൂട്ടേഷൻ, രണ്ടാമത്തത് ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ. ഓക്കെ, അപ്പോൾ ഈ നാച്ചുറൽ കമ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SCR നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ആവശ്യമില്ല. അതെന്താണ് നമ്മൾ SCRലൂടെ AC പാസ് ചെയ്യുമ്പോൾ, അതായത് SCRലൂടെ നമ്മൾ AC പാസ് ചെയ്യണം. AC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇതിൽ നാച്ചുറലായിട്ട് തന്നെ എന്ത് ചെയ്യേണ്ടത്, ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ്, ഇത് നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ്. അപ്പോൾ ഈ പോയിൻ്റ് എത്തുമ്പോൾ 0 ആണ്. അപ്പോൾ ഈ പോയിൻ്റ്, അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ 0യിലേക്ക് എത്തുന്ന ഈ പോയിൻ്റിന് SCR ഓട്ടോമാറ്റിക്കലി എന്താ ഓഫ് ആവും. അതുപോലെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എത്തി ഈ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്താണ് ഒരു പോയിൻ്റ് എത്തുമ്പോൾ എന്താണ് 0യിലേക്ക് വരുന്നുണ്ട്. ഈ ഒരു പോയിൻ്റ് എത്തുമ്പോൾ എന്താണ് SCR
എന്താവും ടേൺ ഓഫ് ആവും, നാച്ചുറലായിട്ട് ടേൺ ഓഫ് ആവും. അപ്പോൾ ഇതിനെ നമുക്കൊരു എക്സ്റ്റേണലായിട്ടുള്ള ഒരു സർക്യൂട്ട് ആവശ്യമില്ല. ഇങ്ങനെ SCR നമ്മൾ AC പാസ് ചെയ്യുന്ന അതിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഒരു പോയിന്റിൽ 0 ആവുന്നുണ്ട്, പിന്നെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്തുണ്ട് ഒരു പോയിന്റിലെത്തുമ്പോൾ 0 ആവുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് പോയിന്റിലും എന്ത് SCR ടേൺ ഓഫ് ആവും. അതാണ് നാച്ചുറൽ കമ്മ്യൂട്ടേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ ആണ്. ഈ ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ എന്ന പേരിൽ തന്നെ ഉണ്ട് എന്താണ് നമ്മൾ SCRനെ ഫോഴ്സ് ചെയ്തിട്ട് ടേൺ ഓഫ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് ടേൺ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു എക്സ്റ്റേണൽ സർക്യൂട്ട് SCRന് കൊടുത്തത് മാത്രമേ ഈ ഒരു പ്രോസസ്സ് നടക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അത്തരം എക്സ്റ്റേണൽ സർക്യൂട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ SCRനെ ടേൺ ഓഫ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ. ഓക്കെ, അപ്പോൾ ഇതിനെ ക്ലാസിഫൈ ചെയ്തെന്ന് പറഞ്ഞാൽ ക്ലാസ് A, ക്ലാസ് B, ക്ലാസ് C, ക്ലാസ് D, ക്ലാസ് E എന്നാണ്. ജസ്റ്റ് അതൊന്ന് എഴുതി വെക്കുക. പിന്നെ നമുക്ക് ഇത് എവിടെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ ചോപ്പേഴ്സിലും അതുപോലെ ഇൻവേർട്ടറിലുമാണ് നമ്മൾ ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതും നോക്കണം. പിന്നെ ഈ ഒരു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം അതിൽ ഒരുവിധം പാർട്ട് ബിയിലും പാർട്ട് സിയിലും നമുക്ക് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അടുത്തതായിട്ട് സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഈ ലാച്ചിങ് കറൻറ്റും അതുപോലെ ഹോൾഡിങ് കറൻറ്റും. SCRൻ്റെ ലാച്ചിങ് കറൻറ്റ് അതുപോലെ ഹോൾഡിങ് കറൻറ്റ്. അപ്പോൾ എന്താണ് ലാച്ചിങ് കറൻറ്റ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫിഗർ നമ്മളൊന്ന് വരക്കണം, ഈ ഒരു ഫിഗർ. അതിന് ശേഷം നമ്മൾ ലാച്ചിങ് കറൻറ്റിൻ്റെ കൺസെപ്റ്റ് എന്താ നോക്കാം. ഓക്കെ, അപ്പോൾ ലാച്ചിങ് കറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തിയുണ്ടോ, ഇതാണ് ലാച്ചിങ് കറൻറ്റ്. അപ്പോൾ നമുക്കറിയാം SCRൽ ഫോർവേഡ് കണ്ടക്ഷൻ മോഡിൽ, അതായത് അത് ടേൺ ഓൺ ആവുന്ന സമയത്ത് ഉണ്ടാവുന്ന കറൻറ്റാണ് ആനോഡ് കറൻറ്റ് അഥവാ ആനോഡ് കാഥോഡ് കറൻറ്റ്. ആനോഡിൽ നിന്ന് കാഥോഡിലേക്കാണ് കറൻറ്റ് ഫ്ലോ ഉണ്ടാവുക. അതിന് പറഞ്ഞ പേരാണ് ആനോഡ് കറൻറ്റ്. അപ്പോൾ ഈ ലാച്ചിങ് കറൻറ്റ് എന്ന ഒരു കൺസെപ്റ്റാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കൺസെപ്റ്റാണ്. അതൊരു മിനിമം കറൻറ്റാണ്, മിനിമം വാല്യൂ ഓഫ് കറൻറ്റ്. നമ്മൾ SCRൽ എന്താണ് ഫോർവേഡ് കണ്ടക്ഷനിൽ ഉണ്ടാവുന്ന മിനിമം കറൻറ്റാണ്. അതെങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മിനിമം കറൻറ്റിന് മുകളിലേക്ക് ആനോഡ് കറൻറ്റ് എത്തുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, SCR ടേൺ ഓൺ ആവും. അപ്പോൾ ഈ ലാച്ചിങ് കറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SCR ടേൺ ഓൺ ആവുന്ന സമയത്താണ്, അതായത് ടേൺ ഓൺ ആവുന്ന സമയവുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കറൻറ്റാണ് എന്ത് ലാച്ചിങ് കറൻറ്റ്. അപ്പോൾ ഒരു മിനിമം വാല്യൂ ഓഫ് കറൻറ്റാണ്. ഈ മിനിമം വാല്യൂ ഓഫ് കറൻറ്റിന് മുകളിലേക്ക് ആനോഡ് കറൻറ്റ് പോവുകയാണെങ്കിലാണ് SCR ടേൺ ഓൺ ആവുക. അപ്പോൾ ഇതാണ് ലാച്ചിങ് കറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഹോൾഡിങ് കറൻറ്റ്. അപ്പോൾ ഹോൾഡിങ് കറൻറ്റ് എന്താ നോക്കാം. അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഇതാണ് ഹോൾഡിങ് കറൻറ്റ്. അപ്പോൾ ഈ ഹോൾഡിങ് കറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് SCR ടേൺ ഓഫുമായിട്ട് റിലേറ്റ് ചെയ്യുക, അതായത് SCR ഓഫ് ആവുന്ന കണ്ടീഷനുമായിട്ട് റിലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പറയാം എന്താണ് റിവേഴ്സ് കണ്ടക്ഷൻ മോഡാണ് എന്ത് ചെയ്യുക SCR ടേൺ ഓഫ് ആവുന്നത്. അപ്പോൾ ഇതെന്താണ് മിനിമം വാല്യൂ ഓഫ് കറൻറ്റാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആനോഡ് കറൻറ്റ് ഈ മിനിമം വാല്യൂ ഓഫ് കറൻറ്റിന് താഴേക്ക് പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, SCR ടേൺ ഓഫ് ആവും. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണത് ഹോൾഡിങ് കറൻറ്റ്. അപ്പോൾ നിങ്ങൾക്കിത് വളരെ ലളിതമായിട്ട് എന്താണ് ലാച്ചിങ് കറൻറ്റ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും, അതേപോലെ ഹോൾഡിങ് കറൻറ്റ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗർ വരച്ചതിന് ശേഷം നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് പരീക്ഷയ്ക്ക് വേണ്ടത്. ക്ലിയർ? അത് കഴിഞ്ഞ് നമുക്ക് ലാച്ചിങ് കറൻറ്റും ഹോൾഡിങ് കറൻറ്റും തമ്മിലുള്ളൊരു കമ്പാരിസനാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെന്താ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ലാച്ചിങ് കറൻറ്റ്. അപ്പോൾ നേരത്തെ പറഞ്ഞു എന്താണ് അത് SCR ടേൺ ഓൺ ആയിട്ട് ടേൺ ഓൺ പ്രോസസ്സുമായി റിലേറ്റ് ചെയ്തിട്ടുണ്ട്. ഹോൾഡിങ് കറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ടേൺ ഓഫ് പ്രോസസ്സുമായിട്ടാണ് ഹോൾഡിങ് കറൻറ്റ് റിലേഷൻ വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞു മിനിമം കറൻറ്റാണ്, അതിന് എബോവ് എന്താണ് ആനോഡ് കറൻറ്റ് വരികയാണെങ്കിൽ എന്താണ് സംഭവിക്കുക, അതാണ് ടേൺ ഓൺ ആവും. അതിനെ പറഞ്ഞ പേരാണ് ലാച്ചിങ് കറൻറ്റ്. ഇതെന്താണ് മിനിമം വാല്യൂ ഓഫ് കറൻറ്റാണ്. ആനോഡ് കറൻറ്റ് ഇതിനേക്കാൾ താഴെ പോവുകയാണെങ്കിലാണ് എന്ത് ടേൺ ഓഫ് പ്രോസസ്സ് നടക്കുക. പിന്നെ അടുത്തത് വാല്യൂ ഓഫ് ലാച്ചിങ് കറൻറ്റ് ഈസ് മോർ ദാൻ റേറ്റ് ഓഫ് ഹോൾഡിങ് കറൻറ്റ്. അപ്പോൾ അതിനർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ലാച്ചിങ് കറൻറ്റ് വാല്യൂ എന്താണ് ഹോൾഡിങ് കറൻറ്റ് കമ്പയർ ചെയ്യുമ്പോൾ ഹയർ വാല്യൂ ആയിരിക്കും. ഇവിടെ എന്താണ് ഹോൾഡിങ് കറൻറ്റ് വാല്യൂ എന്താണ് ലാച്ചിങ് കറൻറ്റ് കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും. പിന്നെ ലാച്ചിങ് കറൻറ്റ് എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി എന്താണ് 2 to 3 times മോർ ദാൻ എന്താണ്
ടു ടു 3 ടൈംസ് ഓഫ് ഹോൾഡിംഗ് കറണ്ട്, അതായത് മൂന്നോ മടങ്ങ് ഹോൾഡിംഗ് കറണ്ടിനേക്കാളും കൂടുതലായിരിക്കും ഇത് ലാച്ചിങ് കറണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ജസ്റ്റ് ജനറൽ ആയിട്ടുള്ള ഒരു കമ്പാരിസൺ അവിടെ എടുത്തിട്ടുണ്ട്. കമ്പയർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ ഈ ലാച്ചിങ് കറണ്ട് ഹോൾഡിംഗ് കറണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ.